മാപ്സ്റ്റിക് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് സൂര്യ ജയൻ. വയസ്സ് എത്രയെന്ന മൂവിയിലെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ ഫൈസൽ സാറും അതേപോലെ തന്നെ പ്രൊഡ്യൂസറായിട്ടുള്ള അജയൻ സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. സാർ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഈ മൂവി എന്ന് പറയുന്നത് ഭയങ്കര കോമഡിയാണ്, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയ്ക്ക് ഇതൊരു ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു കോമഡി അതേപോലെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമാണ്. അപ്പം എങ്ങനെയായിരിക്കും ഈ മൂവി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്? കോമഡി മൂവി എന്ന് പറയാമെങ്കിലും ഇതൊരു വലിയ സോഷ്യൽ ഇഷ്യൂ പറയുന്ന സബ്ജക്റ്റ് ആണ്. കാരണം 40-40 വയസ്സായിട്ടും കല്യാണം കഴിയാത്ത ഒരുപാട് ആളുകളുടെ കഥയാണ്. പ്രത്യേകിച്ച് വടക്ക മലബാർ മേഖലയിൽ ഇങ്ങനെ റിയൽ ആയിട്ടുണ്ട്. ഞങ്ങൾ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കോറൈറ്റർ ആയിട്ടുള്ള ഷിജു യൂസി കണ്ട ഒരുപാട് അദ്ദേഹത്തിന്റെ അയൽക്കാരും ജോലിക്കാരും ഒക്കെ ഇതിലെ കഥാപാത്രങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിനെ വളരെ സീരിയസ് ആയ ഒരു സബ്ജക്റ്റിനെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ഇഷ്യൂ അല്ലേ. അവരെ കല്യാണം കഴിയാത്തത് അവർക്ക് വലിയ പ്രശ്നം തന്നെ ഓരോരുത്തർക്കും. ആ ഇഷ്യൂവിനെ കോമഡി ആക്കുക എന്ന് പറയുമ്പോൾ വലിയ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് പക്ഷെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഡയറക്ടർ പപ്പേട്ടനും അതുപോലെ തന്നെ ഇതിൽ തന്നെയുള്ള ചില നടന്മാരൊക്കെ ആയിട്ട് ഞങ്ങൾ ആദ്യം നേരത്തെ ഇരുന്നു. നിരന്തര ചർച്ചകളിലൂടെ അതിൻ്റെ ഒരു കോമഡി സാധ്യതകൾ കണ്ടെത്തുകയായിരുന്നു. പ്രത്യേകിച്ച് വടക്ക മലബാറിലുള്ള ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് പെണ്ണ് ഇവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങ് കൊടകിൽ പോയിട്ട് പെണ്ണ് കെട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ഉണ്ട്. അവിടെ ഉണ്ടാകുന്ന ഒരുപാട് തമാശകളുണ്ട്. അത് പക്ഷേ മറ്റൊരു സിനിമയിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ ട്രാക്കൊക്കെ മാറ്റി പിടിച്ച് വളരെ രസകരമായിട്ട് ഒരു ഫാമിലിക്ക് ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകൻ തീരുമാനിക്കട്ടെ. അതെ, ശരിക്കും ഇതിലെ കാസ്റ്റിംഗ് ആണ് അടിപൊളി എന്ന് പറയുന്നത്. കാരണം എല്ലാവരും നല്ലപോലെ സഹകരിച്ചിട്ടാണല്ലോ ഈ മൂവി ഇതുവരെ കൊണ്ടെത്തിക്കാൻ പറ്റിയത്. അപ്പൊ ഇത് റിലീസിന് ഒരുങ്ങുകയാണ്. ടെൻഷൻ ഉണ്ടോ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ? കാരണം എന്താന്ന് പറയുക, ഇതില് നല്ല രീതിയിൽ ഇതിന്റെ എല്ലാ വർക്കുകളും ചെയ്തു വന്നു. നല്ലൊരു കോമഡിയും പിന്നെ ഫാമിലി ഒരു ഫിലിം ആയതുകൊണ്ട് നല്ലൊരു വിശ്വാസം ജനങ്ങൾ അതെന്തായാലും സ്വീകരിക്കുന്നുള്ള ഒരു മനസ്സ് ഉണ്ട്. അതെ, ശരിക്കും ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അതിൽ ഏറ്റവും ശുചേട്ടൻ പറഞ്ഞ പോലെ മുത്തശ്ശി, അത് പുള്ളിയുടെ അച്ഛമ്മ ഇതിലുണ്ടാകുന്നത്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ പണ്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അറിയുന്ന ഒരാളാണ്. ആളുടെ പ്രദേശത്താണല്ലോ നടന്നത്. അപ്പൊ അത് കൂടുതലൊക്കെ അറിയുന്നോണ്ട് ഭയങ്കര എളുപ്പമായി എന്ന് വേണം പറയാൻ, അല്ലേ? കാരണം ഇതില് ഒരു ഗ്രാമം മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. 70ഓളം പുതിയ ആളുകൾ, വലിയ നടന്മാരും നടിമാരും നാടകത്തിൽ അഭിനയിച്ചവരൊന്നുമല്ല, പുതിയ ആളുകൾ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരഭിനയിച്ചല്ല, അവർ ജീവിച്ചതാണ് റിയൽ ആയിട്ട്, ഈ മുത്തശ്ശി അടക്കമുള്ളവര്. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിന്റെ ഒരു കൂട്ടായ്മ, ഈവൻ പ്രൊഡക്ഷൻ ഫുഡ് പോലും ആ നാട്ടിലെ ഏറ്റവും നല്ല ഒരു കുക്കായിരുന്ന നമ്മളെ സുഹൃത്താണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ടാവില്ല. അത് ഇത്ര ഇവിടെ എടുത്തു പറയാൻ കാരണം അത് ഇവിടെ ആരോട് ചോദിച്ചാലും പറയും. അങ്ങനെ ഒരു ഗ്രാമത്തിന്റെ കൂട്ടായ്മ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സത്യമുള്ള സിനിമയായി മാറിയിട്ടുണ്ട്. ഇതോടൊപ്പം വലിയ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നല്ലത് എല്ലാം നല്ലത് തന്നെ ആയിരിക്കും. എന്തായാലും ജനം തിരിച്ചറിയും, എൻ്റെ കൂടെ നിൽക്കുന്നുള്ള വലിയൊരു കോൺഫിഡൻസ് ഞങ്ങളുടെ ടീമിന് മൊത്തത്തിലുണ്ട്.